പേർഷ്യൻ കഥകളുടെയും ഇതിഹാസങ്ങളിലെയും സൂഫി ദർശനയാത്ര. അതെ, നാം ഇന്ന് പറയാൻ പോകുന്ന കഥ സിമുർഗയും ഫീനിക്സും, ആത്മജ്ഞാനത്തിന്റെ ചിറകുകൾ. എന്താ സുഹൃത്തെ, പക്ഷികളുടെ രാജാവിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കുഞ്ഞുനാളിൽ നമ്മൾ കേട്ട മുത്തശ്ശി കഥകളിലെ നാം അവയെ കണ്ടിട്ടുണ്ട്. എന്നാൽ പേർഷ്യക്കാർ പറയുന്നത് സിമുർഗ് എന്നൊരു പക്ഷികളുടെ രാജാവുണ്ടെന്നാണ്. ചിലർ പറയും അത് വെറും കെട്ടുകഥയാണെന്ന്. പക്ഷേ പഴമക്കാർ ഇന്നും പറയും അത് കെട്ടിട്ടുകഥയല്ല, അവളുടെ ചിറകൊച്ച ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഫീനിക്സ് പക്ഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈജിപ്തുകാർ പറയുന്നത് ആ അത്ഭുത പക്ഷി 500 വർഷത്തെ ആയുസ് പൂർത്തിയാകുമ്പോൾ ഫീനിക്സ് തന്റെ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. കറുവയും മുൾപടർപ്പും സുഗന്ധവസ്തുക്കളും കൊണ്ട് അവൾ ഒരു കൂടുകൂട്ടും. സൂര്യകിരണങ്ങൾ ആ കൂടിന് തീ കൊളുത്തും. ആ കനലിൽ എരിഞ്ഞടങ്ങുന്ന ഫീനിക്സിന്റെ ചാമ്പലിൽ നിന്ന് ഇതാ ഒരു പുതിയ പക്ഷി ജന്മമെടുക്കുന്നു. അവൾ തന്റെ പിതാവിന്റെ ചാരം സൂര്യദേവനായ റയുടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കും. പുനർജന്മത്തിന്റെ പ്രതീകമാണ് ഫീനിക്സ്. എന്നാൽ സിമുർഗ് അതല്ല. അവൾ ചാമ്പലിൽ ഉയർത്തെഴുന്നേൽക്കുന്നില്ല. അവൾ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയുടെ കാവലാളായി നിലനിൽക്കുന്നു. നമുക്ക് ആ കഥയിലേക്ക് പോകാം. പണ്ട് പേർഷ്യ ഭരിച്ചിരുന്ന സാം രാജാവിന് ഒരു കുഞ്ഞ് ജനിച്ചു. പക്ഷേ കണ്ടവർ ഞെട്ടിപ്പോയി. കുഞ്ഞിന്റെ മുടി മഞ്ഞുപോലെ വെളുത്തതായിരുന്നു. അതൊരു അശുഭലക്ഷണമായി ആ നാട്ടുകാർ കണ്ടു. ജ്യോത്സ്യന്മാർ വിധിയെഴുതി ഇവൻ ഈ നാടിന് ആപത്താണ്. രാജ്യത്തെ മന്ത്രിമാരും വിധിയെഴുതി. ഭയന്നുപോയ രാജാവ് ആ പിഞ്ചുകുഞ്ഞിനെ അൽബർസ് മലമുകളിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. രാത്രിയുടെ അന്ധകാരങ്ങളിൽ ആ മലമുകളിൽ ഒരു പിഞ്ചു കുഞ്ഞു കിടന്ന് കരയുന്നുണ്ടായിരുന്നു. ആരൂരുമില്ലാത്ത ആ മലമുകളിൽ ആര് കേൾക്കാനാണ് ഈ പിഞ്ചുകുഞ്ഞിന്റെ കരച്ചിൽ? പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അന്നത്തെ രാത്രിയുടെ ഇരുട്ടിൽ കാറ്റും മഴയും വകഞ്ഞുമാറ്റി ആകാശം പിളർന്ന് ഒരു ഭീമാകാരമായ നിഴൽ പ്രത്യക്ഷപ്പെട്ടു. അതെ, അത് സിമുർഗ് എന്ന പക്ഷിയായിരുന്നു. ആ രാത്രി കരയുന്ന ആ കുഞ്ഞിനെ അവൾ കണ്ടെത്തി. ദയതോന്നിയ സിമുർഗ അവനെ സ്വന്തം കുഞ്ഞുങ്ങളോടൊപ്പം വളർത്താൻ തീരുമാനിച്ചു. മയിലിന്റെ ചിറകും സിംഹത്തിന്റെ നഖവും മനുഷ്യന്റെ മുഖവുമുള്ള അവൾ കുഞ്ഞിനെ തന്റെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചു. നീ ഇനി എന്റെ മകൻ. അവൾ അവനെ സാൽ എന്ന് പേരിട്ടു വിളിച്ചു. സ്വന്തം കുഞ്ഞുങ്ങളോടൊപ്പം അവനെയും യുദ്ധവിദ്യയും നക്ഷത്രങ്ങളുടെ ഭാഷയും സസ്യങ്ങളുടെ രഹസ്യങ്ങളും സിമുർമുർഗ അവന് പകർന്നുകൊടുത്തു. വർഷങ്ങൾ കഴിഞ്ഞു. സാമിന് തന്റെ മകനെക്കുറിച്ച് സ്വപ്നത്തിൽ ദർശനം കിട്ടി. പശ്ചാത്തപിച്ച് അദ്ദേഹം പർവ്വതത്തിലെത്തി. അവിടെ ഒരു യുവരാജകുമാരനെ കണ്ടു. അത് തന്റെ സാലായിരുന്നു. അപ്പോൾ സിമുർഗ പ്രത്യക്ഷപ്പെട്ടു. ഈ കുട്ടി അശുഭനല്ല, ഭാഗ്യവാനാണ് എന്നു പറഞ്ഞ് അവനെ തിരികെ നൽകി. അവനെ യാത്രയാക്കുമ്പോൾ സിമുർഗ സാലിന് തന്റെ ചിറകിൽ നിന്ന് 2 പൊൻതൂവലുകൾ സമ്മാനിച്ചു. ഏറ്റവും വലിയ ആപത്ത് വരുമ്പോൾ ഇത് തീയിലിടുക, ഞാൻ നിന്റെ അരികിലെത്തും. കാലങ്ങളങ്ങനെ കടന്നുപോയി. സാൽ ആ രാജ്യത്തെ രാജാവായി വാഴുന്ന കാലം. അദ്ദേഹത്തിന്റെ മകനാണ് ലോകപ്രശസ്തനായ യോദ്ധാവ് റുസ്തം. ഒരിക്കൽ അജയ്യനായ ഇസ്ഫന്ദിയാരുമായി യുദ്ധമുണ്ടായി. സാലിന്റെ മകൻ പലതവണ പരാജയപ്പെട്ടിരുന്നു. സാലിന്റെ വീരനായ മകൻ റുസ്തം പിന്നെയും അജയ്യനായ ഇസ്ഫന്ദിയാരുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. അവസാനം തോൽക്കാറായപ്പോൾ തന്റെ രാജ്യരക്ഷയ്ക്കുവേണ്ടി വർഷങ്ങൾക്ക് മുൻപ് സിമുർഗ തന്ന ആദ്യത്തെ തൂവൽ പുറത്തെടുത്തു സാൽ തീയിലിട്ടു. ആകാശം സ്വർണ്ണനിറമായി. സിമുർഗ പ്രത്യക്ഷപ്പെട്ട് റുസ്തമിന് ശത്രുവിന്റെ ഒരേയൊരു ദുർബലത പറഞ്ഞുകൊടുത്തു. അങ്ങനെ രാജ്യം രക്ഷിക്കപ്പെട്ടു. ആ 2ാമത്തെ തൂവൽ അതിപ്പോഴും എവിടെയോ ഉണ്ടത്രേ. സുഹൃത്തുക്കളെ, ഫീനിക്സ് പറയുന്നത് പുറത്തുള്ള പുനർജന്മത്തെക്കുറിച്ചാണെങ്കിൽ സിമുർഗ പറയുന്നത് ഉള്ളിലെ സത്യത്തെക്കുറിച്ചാണ്. നീ എങ്ങും പോകേണ്ടതില്ല. നീ തേടുന്ന രാജാവ് നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇനി രാത്രിയിൽ ആകാശത്ത് ഒരു മിന്നായം കണ്ടാൽ അത് സിമുർഗയുടെ തൂവലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ പ്രകാശമായിരിക്കാം.
ഈ കഥ നിങ്ങളുടെ ചിറകായി മാറട്ടെ. ആ തൂവലുകൾക്ക് തീ കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കൊരിക്കലും വരാതിരിക്കട്ടെ.